MDMA കേസിൽ യൂട്യൂബർ റിൻസി മുംതാസിന് ജാമ്യം. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഉടൻ തന്നെ നമുക്കൊപ്പം. കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ ജാമ്യാപേക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? ജാമ്യം ലഭിക്കാനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? വിഷ്ണു, ഈ യൂട്യൂബർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇപ്പോൾ കോടതി. പക്ഷേ MDMA കേസാണ്. അപ്പോൾ ജാമ്യം ലഭിച്ചത് ജാമ്യാപേക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്? ഇതാ 2 മാസം മുമ്പാണ് തൃക്കാക്കരയിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് ഈ MDMAയുമായി റിൻസി മുംതാസ് എന്ന യൂട്യൂബറെ പിടികൂടിയത്. പിന്നീട് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. റിൻസിയെ 2 തവണ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം 62 ദിവസം പിന്നിടുന്നു കേസ് രജിസ്റ്റർ ചെയ്ത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റിൻസിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഹൈക്കോടതി. കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ, അതായത് കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായി. അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഇനി ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂട്യൂബർ റിൻസിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇതാ വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.